ഗുഡ് മോർണിംഗ്. അപ്പൊ പാഠം 7 ഒന്നുകൂടി പറയാം മിസ്. ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ. ടെക്സ്റ്റ് എടുത്തില്ല, എല്ലാവരും ശ്രദ്ധിക്കണം. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിള നദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. അതായത് എന്താ പറഞ്ഞത്? ആദ്യത്തത് നിളയുടെ മറ്റൊരു പേരെന്താണ്? ഭാരതപ്പുഴ എന്നാണെന്ന് പറഞ്ഞു. അണ്ടർലൈൻ ചെയ്യണം. എന്ത്? പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ഒരു പെൻസിൽ എടുത്ത് അണ്ടർലൈൻ ചെയ്തോ, പെൻസിലോ പേനയോ. ഓക്കെ. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്ന്, അല്ലേ? ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ. നെക്സ്റ്റ്, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നത്? പാലക്കാട്, തൃശൂർ, മലപ്പുറം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ വരും. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടി കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു, അല്ലെ? അത് വേനൽക്കാലത്ത് വെള്ളം വറ്റി വരേണ്ട ഒരു അവസ്ഥയായിരിക്കും, അല്ലെ? അതുകൊണ്ടവർ. നെക്സ്റ്റ്, ആധുനിക കാലത്ത് നിലയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിളാതീരത്തുള്ള തിരുനാവ മണപ്പുറത്തായിരുന്നു. അണ്ടർലൈൻ ചെയ്തോ. മാമാങ്കം എവിടെയായിരുന്നു നടന്നത്? നിളാതീരത്തുള്ള, അതായത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവ മണപ്പുറത്തായിരുന്നു. അണ്ടർലൈൻ ചെയ്യണേ. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ, ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോന്നു. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മാമാങ്കം എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്ക മഹോത്സവം നടക്കുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ്? ഓക്കെ, ഇത് പറയാം മക്കളെ. 12 വർഷത്തിൽ ഒരിക്കലാണ്, അല്ലെ? ഒരു ാണ് ഇത് നടക്കുന്നത്, അല്ലെ? അതായത് 12 വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്ക മഹോത്സവം നടക്കുന്നത്. ചരിത്ര പ്രസിദ്ധമാണിത്. മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവ മണപ്പുറത്ത് വെച്ചായിരുന്നു നടന്നിരുന്നത്, അല്ലെ? അപ്പോ മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയിൽ നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന, അണ്ടർലൈൻ ചെയ്തോട്ടോ, 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവ മണപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം, അല്ലെ? അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് എങ്ങനെയായിരുന്നു? ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അതിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയണം. കുട്ടികളെ, നിങ്ങളെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. ഓക്കെ, അങ്ങനെയായിരുന്നു സാധാരണ, അല്ലെ? ഓക്കെ, ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന മാമാങ്ക മഹോത്സവം നടത്തിയതിന് ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. അടുത്ത പ്രധാനപ്പെട്ട എന്താ പറഞ്ഞത്? നിളയുടെ പ്രാമുഖ്യം. അതായത് കേരളത്തിൽ വളരെ പ്രമുഖമായ സ്ഥാനമാണ് നിള നദിക്കുള്ളത് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണെന്നാണ് ഇത് പറയുന്നത്. അതില് അടുത്തത് പറയുന്നുണ്ട്, മാമാങ്ക മഹോത്സവം നടന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ, ഇതെല്ലാം അവർക്ക് അയവിറക്കാൻ ഉള്ളതാണ്.
വീര പോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയുടെ രോമാഞ്ചജനങ്ങളായ സാഹസിക കഥകൾ, ഇവയൊക്കെ നിലക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും അത് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? നിളയുടെ തീരത്താണ്. അപ്പൊ നിളയുടെ തീരത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ. എന്തൊക്കെയാ പ്രസിദ്ധമായ നിളയുടെ മറ്റൊരു പേരാണ് എന്ത്? ഭാരതപ്പുഴ എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ആനമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു. 209 കിലോമീറ്റർ ഒഴുകി അത് എവിടെ എത്തുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. ഏതൊക്കെ ജില്ലകളെയാണ് തഴുകിക്കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞു? പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് ഈ നദി ഒഴുകുന്നത് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? അടുത്ത പ്രസിദ്ധമായ മാമാങ്ക മഹോത്സവം ഇതിന്റെ തീരത്തുള്ള തിരുനാവാ മണപ്പുറത്ത് വെച്ചായിരുന്നു നടക്കുന്നത് പറഞ്ഞു. പിന്നെ കേരള കലാമണ്ഡലം, അടുത്ത എന്താ പറഞ്ഞത്? കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിളയുടെ തീരത്ത് തന്നെ. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി ഫലമായാണ് എന്ത് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, വേറെന്തൊക്കെയാ അവിടെ അഭ്യസിപ്പിച്ചു പോകുന്നത്? മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലങ്ങൾ വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ, അടുത്ത് എന്താ പറയുന്നത്? നിളയുടെ തീരത്ത് എന്തൊക്കെയുണ്ട് എന്നാ പറഞ്ഞേ? പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. അത് ഏതൊക്കെയാണെന്ന് താഴെ പറയുന്നത്. അതിൽ അണ്ടർലൈൻ ചെയ്തു. തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല, ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കണ്ടില്ലേ മോനെ ഫെയ്ത്തെ? 32 പേജ് നമ്പർ ആണ്. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിളാതീരത്തായിരുന്നു. മഹാകവി വള്ളത്തോൾ ആരൊക്കെയാണ്? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, PT വട്ടത്തിരിപ്പാട്, MT വാസുദേവൻ നായർ, പിന്നെയോ അക്കിത്തം, VK അല്ലെ? ഇവരൊക്കെ നിളയുടെ തീരത്താണ് ജനിച്ചു വളർന്നത് എന്ന്. അതുകൊണ്ട് തന്നെ എന്ത്? അവരുടെ സാഹിത്യ രചനകൾക്ക് നിള ഏറെ പ്രചോദനം നൽകിയിട്ടുണ്ട് അല്ലെ? പ്രചോദനം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേനലവധിയിൽ നില തളർന്ന അവശ്യായിരിക്കും. വർഷാഗമത്തിൽ ഹർഷപുളകിതയാവും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട്, ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകിയായ നില, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അല്ലെ? അപ്പോ നിളയുടെ പ്രാധാന്യത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. പ്രസിദ്ധമായ മാമാങ്കം നടന്നത് ഇതിന്റെ തീരത്തുള്ള തിരുനാവാ മണപ്പുറത്ത് വെച്ചായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എന്താ പറഞ്ഞ? കേരള കലാമണ്ഡലം ഇതിന്റെ തീരത്താന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ ജനിച്ചു വളർന്നത് ഇവിടെയായിരുന്നു. പേരുകൾ പറയുന്നുണ്ട്. മഹാകവി വള്ളത്തോള്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടത്തിരിപ്പാട്, MT വാസുദേവൻ നായർ, അക്കിത്തം, VK അല്ലെ? ഇവരായിരുന്നു അതില്. പിന്നെയോ പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങളും നിളാതീരത്തുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാ? തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല, ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു അല്ലെ? ഓക്കെ, മനസ്സിലായോ? നിളാതീരത്ത് എന്തൊക്കെയാ ഉണ്ടായതെന്ന് മനസ്സിലായോ? എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പഠിച്ചു അല്ലെ? ഏതൊക്കെ ജില്ലകളെ തഴുകിക്കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ് അല്ലെ? ഓക്കെ, 209 കിലോമീറ്റർ ഒഴുകിയാണ് അത് അറബിക്കടലിൽ പതിക്കുന്നതെന്നും പഠിച്ചു അല്ലെ? അപ്പൊ നിളയുടെ മറ്റൊരു പേര് ഭാരതപ്പുഴ. അപ്പൊ ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ നിളാ നദിയാണെന്ന് മനസ്സിലാക്കണേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ അതിൽ പഠിച്ചത് അല്ലെ? നിളാ തീരത്ത് നിന്നാണ് പാടത്തിന്റെ പേരുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പറയാനുള്ളത് അർത്ഥമുണ്ട് അല്ലെ? ഒന്ന് അർത്ഥം വായിക്കാം. അതിനുശേഷം ഒന്ന് ഫെയ്ത്ത് എന്ന് വായിച്ചില്ല. ബാക്കി ആൻമേരി എന്ത് ചെയ്യും? വായിച്ചോ? ഷോണ് വായിച്ചു. പാഠം വായിച്ചോ? നിങ്ങൾ ഇത് ടെക്സ്റ്റ് നല്ലപോലെ ഒന്ന് വായിക്കണേ. 2-3 പ്രാവശ്യമെങ്കിലും വായിക്കണം പാഠം. പദങ്ങളുടെ അർത്ഥമുണ്ട് അല്ലെ? താഴെ കണ്ടോ? പേജ് നമ്പർ 32. പ്രമുഖം എന്താണ്? പ്രധാനം അല്ലെ? അപ്പൊ ആദ്യം തന്നെ പറയുന്നുണ്ട് എന്ത്? കേരളത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാ നദിക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട അല്ലെ? പ്രമുഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രധാനം. നെക്സ്റ്റ്
പുണർന്നുകൊണ്ട് എന്താണ് ആലിംഗനം ചെയ്തുകൊണ്ട്. അഭേദ്യം ഭേദിക്കാൻ പറ്റാത്തത്, അതായത് വേർപെടുത്താൻ പറ്റാത്തത്. പക്ഷം ഭാഗം അല്ലെ, ഒരു പകുതി ഭാഗത്തിനാണ് 15 ദിവസം. അതായത് ഒരു മാസത്തിന്റെ 30 ദിവസം അല്ലേ ഒരു മാസം എന്ന് പറയുന്നത് അല്ലേ, 30 days. അപ്പൊ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 15 ദിവസം. അധീനതയിൽ കീഴില് അല്ലേ, അധീനതയിലായിരുന്നു പറഞ്ഞാൽ അവരുടെ കീഴിലായിരുന്നു. വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷത്തിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുക. മാഘമാസം മകരമാസം. പുരാതനം പ്രാചീനത അല്ലെ, അതായത് പഴയത്. പുരാതനം എന്ന് പറഞ്ഞാല് പണ്ടുള്ളത്, പഴയത്. രോമാഞ്ചജനകം, രോമാഞ്ചത്തെ ഉണ്ടാക്കുന്നത്. സാഹസിക കഥകൾ എന്ന് പറഞ്ഞാൽ എന്താ? സാഹസികം എന്ന് പറഞ്ഞാൽ വീരമായ കഥകൾ അല്ലെ, വീരകഥകൾ. ആരംഭം കുറിക്കുക, തുടങ്ങുക. പാർപ്പിടം വീട് അല്ലെ, വീടിനെയാണ് പാർപ്പിടം എന്ന് പറയുക. വർഷാഗമം മഴക്കാലത്തിന്റെ വരവ്, വർഷം എന്ന് പറഞ്ഞാൽ മഴ. ഹർഷപുളകിത സന്തോഷത്താൽ രോമാഞ്ചം കൊണ്ടവൾ. മൂർധന്യം ഏറ്റവും ഉയർന്ന അവസ്ഥ. ക്ഷിപ്രകോപിനി, ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെ, പെട്ടെന്ന് കോപിക്കുന്നവളാണ് ആര്? ക്ഷിപ്രകോപിനി. ആർദ്രമാക്കുക, അലിയിക്കുക. പുണ്യശ്ലോക, സൽകീർത്തി ഉള്ളവൾ. അപ്പൊ ഇത്രയാണ് അതിൽ അർത്ഥം പറയുന്നത്. അർത്ഥം നിങ്ങൾ ഇന്ന് എഴുതിയെടുക്കണം. അപ്പൊ അതിനു മുമ്പേ ഒന്നിത് ഫെയ്ത്ത് ഒന്ന് വായിച്ചേ. ഫെയ്ത്ത് വായിച്ചില്ലല്ലോ ഈ പാഠം, ഒന്ന് വായിച്ചേ. അർത്ഥം എഴുതിയെടുത്തു. അർത്ഥം എഴുതിയെടുത്തോ? അപ്പോ ഫെയ്ത്ത് ഒന്ന് ഇത് വായിച്ചേ. ഫെയ്ത്ത് വായിച്ചില്ല, ഇവര് 3 പേരും വായിച്ചു അന്നത്തെ ക്ലാസ്സിൽ. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിലനദിക്ക് ഉള്ളത്. പ്രശസ്തമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ പുറപ്പെടുന്ന മലയിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ഒഴുകുന്നു. അറബിക്കടൽ പതിക്കുന്ന പാലക്കാട്, തൃശ്ശൂർ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അത് ആനമലയിൽ പതിക്കുന്നു. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞു. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെ ജില്ലകളെ തഴുകിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്താ? തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടിക്കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്ത് നിളയെ നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകാര, ചുളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് നിള തീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അതു സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടു ബന്ധിച്ച് നടത്തപ്പെട്ടു പോകുന്നു. മാഘമാസം മംഗത്തിലെ വെള്ളൂത്ത പക്ഷത്തിൽ വരുന്ന മംഗം നക്ഷത്രം
സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയി മകരായിരുന്ന മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാടു രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ വാണിജ്യ വ്യവസായങ്ങളുടെ വാണിജ്യങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവ കാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റു പിൻബലത്തോടു ശക്തനായ കോഴിക്കോട് സമുദ്രി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്ത് അത് വിട്ടെടുക്കാൻ വെള്ളുവനാട്ട് രാജാവ് അദ്ദേഹത്തിന്റെ ചാവോർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവാമണപ്പുറത്ത് ചാവേർ പടയും സമുദ്രിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ഒരു വ്യാഴം വട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കാൻ നിർബന്ധിതനായി എങ്കിലും പല തന്ത്രങ്ങളും ഉപയോഗിച്ച് സമുദ്രരെ വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായ അധ്യക്ഷനായിരുന്നു. മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർ പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിയൽ നടക്കുന്നത് ഈ കാലത്താണ്. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രകഥകൾ ഇതെല്ലാം അവർക്ക് അയവിറക്കാനുള്ളതാണ്. വീര പോരാട്ടങ്ങളുടെ കഥകൾ
ചാവപ്പട്ടയുടെ രോമാഞ്ചജനങ്ങളായി സാഹസിക കഥകൾ. കഥകൾ ഇവയൊക്കെ നിളയ്ക്കു പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരളം കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നിളയുടെ തീരത്ത് തന്നെ. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായി കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനതുകലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രശസ്തമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരുന്നു. പുരാതന പ്രശസ്തങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. തീരനാവായി തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്വാമല ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തമായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിളതീരത്തായിരുന്നു. മഹാകവി വള്ളത്തോൾ, ഇട്ടശ്ശേരി ഗോവിന്ദൻ നായർ, VKN ആ കാലത്തു ഇടശ്ശേരി ഗോവിന്ദൻ നായർ കുറ്റിപ്പുറത്ത് കേശവൻ അത് വായിച്ചില്ല അല്ലേ? ഗോവിന്ദൻ നായർ, കുറ്റപ്പുറത്ത് കേശവൻ നായർ, VT ഭട്ടതിരിപ്പാട്, MD വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവർ ഈ കൂട്ടത്തിൽ പെടുന്നു. ഇവരുടെ സാഹിത്യരചനകൾക്ക് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. വേനലറുതിയിൽ നിള തളർന്ന് അവശനായിരിക്കും. വർഷാഗമത്തിൽ അവൾ തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് ഒന്നും അവളെ ഒഴിവാക്കിക്കൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ.
ഓക്കെ. അപ്പൊ ഇതുപോലെ വായിച്ചാ പോരാട്ടോ, നല്ലപോലെ വായിക്കണം. 2-3 പ്രാവശ്യം എല്ലാവരും വായിക്കണം. എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. നിങ്ങൾ 7ാം ക്ലാസ്സിലല്ലേ അല്ലേ? ഓക്കെ. അപ്പൊ നല്ലപോലെ വായിക്കണേ 2-3 തവണ പാഠം. അപ്പൊ നമ്മുടെ പാഠം 7 മനസ്സിലായോ എല്ലാവർക്കും? ഭാരതപ്പുഴയുടെ കാര്യമാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഭാരതപ്പുഴയുടെ മറ്റൊരു പേര് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എവിടുന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ. എത്ര 250 കിലോമീറ്റർ ഒഴുകിയാണ് അത് അറബിക്കടലിൽ പതിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെ ജില്ലകളെ? പാലക്കാട്, തൃശ്ശൂർ ജില്ലകൾ, മലപ്പുറം ജില്ലകളിലൂടെയാണ് ഇത് ഒഴുകി വരുന്നതെന്ന് പറഞ്ഞു അല്ലെ? പിന്നെ പറഞ്ഞത് മാമാങ്ക മഹോത്സവത്തിന്റെ കാര്യമാണ്. അതേതാ? 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. അത് എവിടെ വെച്ചായിരുന്നു നടന്നത്? ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവ മണപ്പുറത്ത് വെച്ചായിരുന്നു നടക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞത് അടുത്തത്? പ്രസിദ്ധ കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലവും എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്? നിലയുടെ തീരത്ത് തന്നെയാണെന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ. പിന്നെ പറയുന്നത് അടുത്തത് പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങള് നിലയുടെ തീരത്തുണ്ട് പറഞ്ഞു. തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല ഈ ക്ഷേത്രങ്ങളാണ് അല്ലെ നിലയുടെ തീരത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് പ്രസിദ്ധമായ കുറെ കലാകാരന്മാർ ഇവിടെ ജനിച്ചു വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെ? മഹാകവി വള്ളത്തോള്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടതിരിപ്പാട്, VKN അക്കിത്തം അല്ലെ, MT വാസുദേവൻ. ഇവർക്കൊക്കെ നില പ്രചോദനം നൽകിയിട്ടുണ്ട് എഴുതാൻ പറഞ്ഞു അല്ലെ? അപ്പൊ അവസാനം പറഞ്ഞു നിർത്തുന്നത് എന്താ? വേനൽ അവധിയില്, അതായത് വേനലിന്റെ അവസാനം ആകുമ്പോഴേക്ക് എന്താവും? നില തളർന്ന് അവശേഷിക്കും അല്ലെ? വെള്ളം കുറയും അല്ലെ? വേനൽക്കാലത്ത് വെള്ളം കുറയുമല്ലോ, അതാ പറഞ്ഞത്. പിന്നെ വർഷാഗമത്തിൽ, അതായത് മഴയുടെ ആരംഭത്തിൽ, മഴയുടെ ആരംഭത്തിൽ എന്തുണ്ടാവും? ആഗമം മഴ വരുന്ന സമയത്ത് ഹർഷപുളികിതയാവും അവൾ അല്ലെ? അതായത് നിറഞ്ഞൊഴുകും. അവൾ എന്ന് പറയുന്നത് നദീനെ തന്നെയാണ് കേട്ടോ. നദീനെ ഒരു പെണ്ണായി സങ്കല്പിച്ച് പറഞ്ഞാണ്. ഇത് വർഷാഗമത്തിൽ ഹർഷപുളകിതയാവും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട്, അതായത് കുറെ കലാകാരന്മാരുണ്ടായി, കുറെ കേരളീയ കലാമണ്ഡലം എവിടെയാന്നൊക്കെ പറഞ്ഞു, മാമാങ്കത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ, അതായത് നിളാനദി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യ ശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ പ്രിയപ്പെട്ട ഭാരതപ്പുഴ അല്ലെ? ാണ് അതിൽ അവസാനിപ്പിക്കുന്നത്. അപ്പോ അർത്ഥം എന്ത് ചെയ്യണം? നിങ്ങൾ പാഠം 7 നിലാതീരത്ത് നിന്ന് ഹെഡിങ് എഴുതി അർത്ഥം എഴുതണം കേട്ടോ. അതുവരെ എല്ലാം ഉണ്ടല്ലോ നോട്ടില്? എല്ലാവരും എഴുതി വെക്കണം കേട്ടോ മക്കളെ. ഇതൊക്കെ നോട്ടിൽ എഴുതി വെക്കണം, എന്നാലും നിങ്ങൾ പഠിക്കൂ. അതുകൊണ്ടാണ് നോട്ടിൽ കൃത്യമായി എഴുതി വെക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാഠം 7 നിലാതീരത്ത് നിന്ന് ഹെഡിങ് എഴുതി അർത്ഥം എഴുതുക എന്ന് എഴുതി താഴെ ഈ പ്രമുഖം, പ്രധാനം, പുണർന്നുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട്, അഭേദ്യം, വേർപെടുത്താൻ പറ്റാത്തത്, പക്ഷം, ഭാഗം, ഇത് എഴുതി വെച്ചാൽ പോരാ, പഠിക്കുകയും വേണം. നമ്മളിപ്പോ കുറെ ദിവസമായി അതിന്റെ പരീക്ഷ ഒന്നും ഇട്ടില്ല അല്ലെ? അന്നത്തെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു എക്സാം ഇട്ടാലോ? അടുത്തൊരു ദിവസം നമുക്കൊരു എക്സാം ഇട്ടാലോ? പഠിക്കൂല എല്ലാവരും? ഒന്നിച്ച് എല്ലാ പാഠവും വേണോ, അല്ല ഒരു പാഠം മതിയോ, 2 പാഠം വേണോ? എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? മതി, പഠിച്ചിട്ട് വരണം. അതുപോലെ അന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുകയും വേണം. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിനാ മിസ് വിട്ടുതരുന്നത്. എന്ത്? നിങ്ങൾ എത്ര പാഠം? ഒരു പാഠം മാത്രമാണോ എക്സാമിനുണ്ട്? അല്ല, ഇപ്പൊ നമ്മള് 3 പാഠത്തിന്റെ ആയിരുന്നു നമ്മുടെ ഇതുവരെയുള്ള എക്സാം അല്ലെ? കഴിഞ്ഞ എക്സാം. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടുള്ളത് എല്ലാം ഇട്ടാൽ നിങ്ങൾക്ക് ശരിയാവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മക്കളെ എല്ലാവരും. എന്താ നിങ്ങളുടെ അഭിപ്രായം? 2 പാഠാ? നമ്മള് 3 പാഠം എന്ന് പറഞ്ഞാല് ഏതൊക്കെ? മൂന്നാമത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി വരെ നമ്മുടെ എക്സാമിന് വന്നു അല്ലെ? 4ാമത്തെ പാഠത്തിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പാഠത്തിന്റെ പേര്? എല്ലാരും സ്ട്രക്കായോ? പൂക്കാരി. ഓക്കെ. അപ്പൊ പൂക്കാരിയും നെക്സ്റ്റ് പാഠത്തിന്റെ പേര് അറിയോ ആർക്കെങ്കിലും? നോക്കാതെ പറയാൻ അറിയോ ആർക്കെങ്കിലും? മിസ്സിനറിയാം. 4ാമത്തത് പൂക്കാരി, 5ാമത്തത് ക്ലിയോപാട്രയുടെ നാട്ടിൽ അല്ലെ? 5ാമത്തെ പാഠം ക്ലിയോപാട്രയുടെ നാട്ടിൽ. ഈ 2 പാഠവും കൂടിയാണ് എക്സാം കേട്ടോ. അപ്പൊ എല്ലാ മക്കളും കൃത്യമായി ക്ലാസ് കയറണം അന്നത്തെ ദിവസം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് കയറണം. ഓക്കെ. നമ്മുടെ ഇങ്ങനെയുള്ള എക്സാം ആണ്, നോക്കി എഴുതാന്ന് ആരും വിചാരിക്കരുത്. എല്ലാവരും ഓ എന്താ? അടുത്ത ക്ലാസ് പറയുമ്പോ നമുക്ക് എപ്പാ?
ശനിയാഴ്ചയാണോ? സാറ്റർഡേ? അടുത്ത ക്ലാസ് നോക്കട്ടെ. ശനിയാഴ്ച ഉണ്ട്. ഓക്കെ, സാറ്റർഡേ ലാസ്റ്റ് പീരീഡ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ സാറ്റർഡേ 4:45 ഉള്ള ക്ലാസ് ആണ്. അപ്പൊ അന്നേക്ക് നിങ്ങൾ, അതായത് ഇന്നിപ്പം ബുധനാഴ്ച അല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ, അന്നേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വരണം. 2 പാഠം, പൂക്കാരിയും ക്ലിയോപാട്രയുടെ നാട്ടിലും ക്വസ്റ്റ്യൻ ആൻസറും. പൂക്കാരിയിൽ കുറവാണ് ക്വസ്റ്റ്യൻ ആൻസർ, ക്ലിയോപാട്രയുടെ നാട്ടിൽ ഒരുപാട് അതിലുണ്ട് കുറെ. അപ്പൊ അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും ഓപ്പോസിറ്റോടും ഒക്കെ അതിലുള്ളതൊക്കെ പഠിച്ചിട്ട് വരണം. ഓക്കെ, പഠിക്കൂല എല്ലാവരും? ഓക്കെ, ഇനി എല്ലാവരും കൃത്യമായി നോട്ട് എഴുതി കൃത്യമായി ക്ലാസ്സിൽ കയറി നല്ല മക്കളായി വരണം ദിവസവും. മിസ് 2 ലെസണേ ഉള്ളൂ. 4th ലെസൺ 5th ലെസൺ ആണോ മിസ്സേ? 4ഉം 5th ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടാവൂലേ അല്ലേ? 2 എണ്ണം വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 2 എണ്ണം അടുത്ത പാഠം വെക്കാം. 2 എണ്ണം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ഈ നീളാതീരത്തു നിന്നുള്ള പാഠം നല്ല പോലെ 3 പ്രാവശ്യം വായിക്കണം. അത് കഴിഞ്ഞ് ഇത് പഠിക്കണം. ഓക്കെ, അതായത് പൂക്കാരിയും മറന്നു പോകരുത്. 2 പാഠം ഏതൊക്കെയാ? പൂക്കാരി, ക്ലിയോപാട്രയുടെ നാട്ടില് 4ഉം 5ഉം. ഓക്കെ, 4ഉം 5ഉം ലെസണാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും അത് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു എക്സാം ഇടാം. ഇങ്ങനെ പഠിപ്പിച്ചു പോയത് കൊണ്ട് കാര്യമില്ല, അത് പഠിക്കുന്നുണ്ടോന്ന് അറിയണ്ടേ. ഓക്കെ, ബൈ. ഇന്ന് നല്ല മക്കളായിട്ട് എല്ലാരും കയറിയിട്ടുണ്ട്. ഓക്കെ, ബൈ, സി യു. ഇന്ന് രാവിലെ കുറച്ച് വഴക്ക് കിട്ടി എല്ലാവർക്കും അല്ലേ? അപ്പൊ എല്ലാവരും നല്ല മക്കളായി അടുത്ത ക്ലാസ് മുതൽ നല്ല മക്കളായി കയറണേ. ഓക്കെ, ബൈ.